ഹലോ ഗൈസ്, കാര്യം പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും പിടി കിട്ടി കാണുമല്ലോ അല്ലേ? നമ്മുടെ മാളക്കുട്ടി പ്രസവിച്ചേ. വെള്ളം വീഴുന്നടി മാളു. ജിബ്രുവിനെ അടുപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ കുടിപ്പിക്കണ്ടേ? ഞാൻ ഒരു ദിവസം അറിയിട്ടുണ്ട്. അതിലൊന്നും പിടിക്കാനാ ഞാൻ പിടിക്കാം. എന്നാലും എന്റെ ഇതിൽ ആവുമല്ലോ. നമ്മുടെ മാളക്കുട്ടി പ്രസവിക്കുന്ന സമയത്തെ കണ്ണനും അപ്പും മാത്രമേ ഉള്ളായിരുന്നു. അപ്പു അറിഞ്ഞു പോലും ഇല്ല. കണ്ണൻ നോക്കുമ്പോഴുണ്ട് പ്രസവിച്ചപ്പോഴത്തേന് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ വേഗം വാ, മാളക്കുട്ടി പ്രസവിച്ചെന്ന് പറഞ്ഞു. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇറക്കി കെട്ടിയേച്ച് പോയതായിരുന്നു. എപ്പോഴും കൂട്ടി തന്നെയല്ലേ, കുറച്ചു നേരം ഒന്ന് നടക്കേണ്ട, ഡേറ്റൊക്കെ അടുത്തതല്ലേന്ന്. ശരിക്കും പറയുവാണെങ്കിൽ ഈ 7-ാം തീയതി ആയപ്പോഴത്തേനും ഒക്കെ 9 മാസം പൂർത്തിയാതേ ഉള്ളായിരുന്നു. 9 മാസം 9 ദിവസവും അല്ലേ വേണ്ടത്. അപ്പൊ ഇനിയും കുറച്ച് ദിവസവും കൂടെ ഉണ്ടല്ലോ എന്ന്. ചില മാസം കയറി ഇറങ്ങിപ്പോയാൽ 280 ദിവസം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടി ഇരുന്നതാ. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം റെഡിയാക്കി തൂത്തു അടച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേന് കണ്ണം കൂട്ടി കയറ്റി കെട്ടിക്കഴിഞ്ഞു. ഇവിടെ നിന്നിട്ട് ചെറുതിന് നിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അപ്പറയിലോട്ട് ഇറക്കാവേ. ജിബ്രു അർജുനൊക്കെയാണെ അങ്ങോട്ട് മാറുന്നേ ഇല്ല. പുതിയ ആള് വന്നില്ലേ, അതിഥിയെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ മാളക്കുട്ടിയുടെ ആദ്യത്തെ കുഞ്ഞുവാവ് അങ്ങനെ പാല് കുടിക്കുക. ഞങ്ങൾ ഓർത്ത് ഇച്ചിരിക്ക് ഇടമ്പലൊക്കെ ആയിരിക്കുമെന്ന്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു, കൊക്ക് അടുത്ത് വന്നിരുന്നപ്പം. അതുകൊണ്ട് പേടിയാ. ജിബ്രു ഒക്കെ അടുത്തോണ്ട് വരുമ്പോൾ കൊക്കിനിട്ട് ഒരു തൊഴി കൊടുത്തിട്ട് പൊന്നോ അത് പോയി ചത്ത് കിടന്ന് അതുപോലെ ദേഷ്യ. ഈ ജിബ്രു ആണെങ്കിൽ ഇതിന്റെ ഇലെല്ലാം ഓടും. അവനെ അങ്ങ് പൂട്ടിയിടാനും തോന്നില്ല. അവനും എന്താന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയല്ലേ. കുഞ്ഞുണ്ടായി. കുഞ്ഞ് അമ്മ ഇവിടെ നാളെ നോട്ടം വരെ കഴിഞ്ഞു. അമ്മയ്ക്ക് നേരത്തെ തൊട്ടുള്ള ഒരു കാര്യം. പശു പ്രസവിച്ചു അറിഞ്ഞ അന്നേരം കലണ്ടറിൽ നോക്കുക, നാളെ നോക്കുക. ഇതൊക്കെ അമ്മയുടെയൊക്കെ പരിപാടി. കഴിഞ്ഞമ്മേ നീ അവരെ കാണിക്കപ്പോ. എന്നാമേ ഇവരെല്ലാം പെണ്ണായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനിപ്പോ ഇവിടെ പറയുമായിരുന്നു. അങ്ങനെ മാളൂസിനെ കറക്കാൻ പോവാണേ. നേരത്തെ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാനൊക്കെ കൊടുത്തോളൂ. അതൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാഷ് പോയിട്ടില്ല, പോകാൻ സമയമാവുന്നതേ ഉള്ളൂ. മാളൂസിന്റെ കന്നിപ്രസവല്ലേ, ആദ്യത്തെ കറവയല്ലേ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. ആദ്യമായിട്ട് കറക്കാൻ പോവല്ലേ, ഇവളെങ്ങനാന്ന് നമുക്ക് നോക്കാവേ. നമ്മളിങ്ങനെ കുളിപ്പിക്കുന്ന സമയത്തും പെരിയ കാലിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കാം. ആദ്യം കറന്നു തുടങ്ങിയപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കാല് പൊക്കി ഒരു തൊഴി ഇങ്ങനെ തന്നു, കൈക്ക് തട്ടി വിട്ടുകൊണ്ട് അത് അത്ര ഇതായിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നിന്ന് വന്നു കേട്ടോ. കുഞ്ഞിനോടുള്ള പ്രാന്ത് ഭയങ്കരമായിട്ടുണ്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല. ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാവയല്ലേ, അപ്പൊ പിന്നെ ഭ്രാന്ത് കാണാതിരിക്കും അല്ലെ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും എല്ലാം കുഞ്ഞിനെ മൂളി മൂളി വിളിക്കുക. അങ്ങനെ കുഞ്ഞിനെ പേരിടിയിലും കഴിഞ്ഞു. അപ്പു ഇട്ടത് മണിക്കുട്ടൻ എന്നാ. പുസ്തകമൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന പഠിക്കുന്നത്. ഒത്തിരി ഹോംവർക്ക് ഉണ്ട്. എന്നിട്ടും കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്ന് പഠിച്ചോളാന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുക. ഭയങ്കരമായിട്ട് കൊതുകുണ്ട്, പുകയിട്ട് കൊടുത്തേക്കുക. പാവം ചെന്ന് അക്കൊക്കെ കൊടുത്തു. എന്നിട്ടും മാളു കാലയിട്ട് കുടിച്ച് ചെല്ലുക. അടിച്ചുകൊട്ടാ
നീ പോടാ ഇവിടേക്ക്. അവർക്ക് പേടിയാ. അച്ചു ഇതിലേ വാ. അവൻ വീട്ടിൽ പോകും. അച്ചുകുട്ട ഇതിലേ വാ. വരുന്നുണ്ട്. ദിബ്രുക്കുട്ട നോക്കുന്നു. അച്ചുകുട്ട വാ. അച്ചുകൂടി ഇരുന്ന കേട്ടോ. അച്ചല്ലേ എല്ലാരെയും നോക്കുന്നേ. ഇതാണോ നാക്ക് വെളിയിലിട്ട് പിടിപ്പിക്കും. അപ്പൂനെ അപ്പു അങ്ങോട്ട് ചെല്ലുമ്പോ നാക്കനി തിന്നാനങ്ങണ്ട. പുതിയ പരിപാടി ചെയ്ത് കണ്ണൻ ചെന്നേടാ. ഞാൻ ചെന്നാ കുഴപ്പമില്ല. ഹെൽമെറ്റ് കൂടിയിട്ടില്ലെങ്കിൽ ഒരടി കിട്ടാൻ സാധ്യത. അവിടെ ഇവിടെ ഇടല്ലേ ഹെൽമെറ്റ്. ഇന്നോട് കുഴപ്പമില്ലല്ലോ. അപ്പു എന്നടാ. അപ്പു വെളിയിലോട്ട് ഇട്ടിട്ട് ഞാൻ ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പു തടി എണീക്കുവേ. എന്നാ മാളു കുഞ്ഞിനെ തൊടാമോ? കണ്ണൻ ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം കുഞ്ഞുണ്ടായ സമയത്ത് അവനല്ലേ കൂടെ നിന്നതും തൂത്തു കൊടുത്തതും എല്ലാം. അതുകൊണ്ട് ബാക്കി എല്ലാരോടും നോക്കിയേ എന്താ കാണിക്കുന്നേന്ന്. മാളു എന്നാ ഇതാ നക്കിയെടുക്കും. മാറിക്കോ. നമ്മുടെ വളയൊക്കെ പൊട്ടിയുള്ള നക്കിപ്പോ. ഇതല്ലേ ഇടമ്പല്ല. ഞാനെന്നാ കുഞ്ഞിനെ മാറ്റും. എടുത്തോണ്ട് പോട്ടെ. മാളു കൊമ്മില് കിള്ളോ മാളുവേ. എന്നതാ മാളുവേ. മാളു എന്നതാ എന്നിട്ടല്ലേ കാണിക്കല്ലേ. നിന്റെ കുഞ്ഞാ. അവന്റെ ദേഹത്ത് തൊട്ടേ. അവന്റെ ദേഹത്ത് തൊട്ടേ. ദേഹത്ത് എനിക്ക് എടുത്തോണ്ട് പോകാനൊന്നും അല്ല നിന്റെ കുഞ്ഞിനെ. ചാക്കലെടുത്ത് കിടത്തണ്ട. ഇവിടെ ഇട്ടാ മതിയോ? കിടത്തണ്ടേ? എല്ലാം അറിയുകയും ചെയ്യാം. കുഞ്ഞിനെ കൊണ്ടുപോയി പാല് കുടിപ്പിക്കാൻ എത്ര വേണേലും നിന്ന് തരും. അത് കഴിഞ്ഞിതാ ഇങ്ങനാണ്. കുഞ്ഞിനെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. നോക്കിക്കേ. അങ്ങനെ ചെറുതിനെ വീണ്ടും കുടിപ്പിക്കാൻ പോവാണ്. ഇന്ന് ആർക്കും ഇവിടെ ഉറക്കമില്ല. ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുകയും കറന്ന് കളയുകയും തണുപ്പിക്കുകയും ഒക്കെ വേണമല്ലോ. എനിക്ക് എത്രയാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അതിലെ സൈഡ് വഴിയൊക്കെ പോകാൻ പേടിയുണ്ട്. എന്താ വെച്ചാൽ അന്നത്തെ ആ കൊക്കിനെ തൊഴിയെ നമ്മൾ പെട്ടെന്ന് കാലെടുത്ത് എറിയും. നമ്മൾ കറന്നപ്പോഴാണേലും അതെ പെട്ടെന്ന് കാലെടുത്തൊരു തൊഴിയായിരുന്നു. എന്റെ കാലോട്ട് കൊടുത്താണോ ഞാനിപ്പം പോയ അവന്റെ കടപ്പ് നോക്ക്. അവനല്ല വിശാലമായിട്ട് കിടക്കണം. അവന് 4 കാലം എന്തിനാ? തെങ്കാശിപ്പട്ടണം സിനിമയ്ക്കകത്ത് വെളുപ്പാങ്കാലത്ത് പോയി കറവയ്ക്കിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഗൈസ്. ഇപ്പൊ സമയം 2:30 ആയിട്ടുണ്ട്. കണ്ണൊക്കെ വലിച്ചു തുറന്നിരുന്ന ഈർക്കിൽ വെച്ചിരുന്ന ശരിക്കും പറയുവാണെങ്കിൽ കറക്കുന്നത്. എന്നാലും വീട്ടിലോട്ട് പോകുന്നില്ല. ഇനി ഇവിടുന്ന് കറവയെല്ലാം കഴിഞ്ഞ് വെളുപ്പാകുമ്പോഴത്തേന് പോയി കുളിച്ച് കയറി കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിങ്ങനെ നടക്കുകയല്ലേ, പാല് കുടിപ്പിക്കണമല്ലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറന്നും കളയണം, നനയ്ക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൂസിനെ കിടത്തി ഉറക്കി ഞങ്ങൾ 3 പേരും ഇങ്ങനെ പശുക്കൂട്ടി തന്നെ. അങ്ങനെ നമ്മുടെ മണിക്കുട്ടൻ്റെ 2ാം ദിവസം 10:30 കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തെല്ലാം നോക്കിയിട്ടൊക്കെ പോയി. ഞങ്ങൾ 3 എണ്ണം ഉറങ്ങിയിട്ടേ ഇല്ല. പശുംകുട്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ 5:45. പിന്നെ അപ്പൂസിന് പോകണമല്ലോ, 8:00 ബസ് വരും. അപ്പോഴത്തേനും എല്ലാം റെഡി ആവണമല്ലോ. പിന്നെ ആ പുറകെയൊക്കെ ആയിരുന്നു. അപ്പോൾ ശരി ഗായ്സ്, ബൈ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.